നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു തമാശയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരണത്തിലിരിക്കുന്നത് എന്ന് വയ്ക്കുക. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ആണെന്നിരിക്കെ അവരുടെ മന്ത്രിമാർ അല്ലെങ്കിൽ MLA മാർ MP മാർ ഇവരൊരു 10 കൊല്ലം ഇവർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇവർ തട്ടിപ്പുകളും അതുപോലെ തന്നെ ആരെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലിയും അതുപോലെ തന്നെ ഒരുപാട് വികസനത്തിൻ്റെ പേര് പറഞ്ഞ് കൈക്കൂലിയൊക്കെ വാങ്ങി ഇവരുടെ കുടുംബത്തിനെ അയാളെ പോക്കറ്റ് വീർപ്പിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കയറി വരുന്നത് ഈ പറഞ്ഞ കണക്ക് വല്ല BJP ആയിരിക്കും. BJP എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ന്യൂനപക്ഷ സമുദായത്തിനെ ക്രൂശിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുപോലെ BJP കയറി 11ാമത്തെ കൊല്ലത്ത് കയറി ഇരുന്നിട്ട് അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇതേ കണക്ക് വർഗീയതയൊക്കെ ആയിരിക്കും. അവരിങ്ങനെ വർഗീയത പടർത്തി വിടും. ഈ വർഗീയത പടർത്തി വിട്ട് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇരിക്കുന്ന BJP പറയും, നീ എന്തിനാണ് ചോദിക്കുന്നത്? നിന്റെ പഴയ കേസ് ഞാൻ പൊക്കിയെടുക്കും, ഇപ്പോൾ ED വീട്ടിലെത്തി ചെല്ലാൻ പറയും. ഇത് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്.